എന്നിട്ട് കുറെ നാളായി ഒരെണ്ണം കണ്ടിട്ട് കണ്ണൊന്നും പിടിക്കുന്നില്ല. അല്ല തെറ്റിപ്പോയി. വെൽക്കം വാട്സ് അപ്പ് ഗൈസ്, വെൽക്കം ടു ആക്ഷൻ ഡൂഡ്. ഹേ ഗായ്സ്, ദെൻ നമ്മുടെ ഡി പി ഒന്ന് മാറ്റിയിട്ടുണ്ട്. പഴയ ഡി പി ഇതായിരുന്നു, ഇതാണ് ഇപ്പോഴത്തെ ഡി പി. അപ്പോൾ ഗൈസ് ആക്ഷൻ്റെ ഉടുപ്പിന് ഇതാണ്. അതുപോലെ നമുക്ക് 24.8K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ ഓൾ സപ്പോർട്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഹലോ അഡ്വൈത്ത് ബ്രോ. ബ്രോ എന്ന് പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് മച്ചാനെ. ആൻഡ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ഗൈസ്. 2023 നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇട്ട ഒരു വീഡിയോ ഉണ്ട്. GTA പുതിയ രീതിയിലുള്ള ഗെയിം മൊബൈലിൽ ഇറക്കി അത് ഡൗൺലോഡ് ചെയ്ത് നെറ്റ്ഫ്ലിക്സിലൊക്കെ ചെയ്യുന്നത്. ആ ഒരു വീഡിയോ ഇട്ടിട്ട് അതിനുശേഷം 2024 ജനുവരി മാസം നമ്മൾ ആദ്യമായി ഇടുന്ന നമ്മുടെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്റെ ബെന്നിനൊക്കെ ഭയങ്കര ഉയർത്ത് തട്ടിരിക്കുന്നു. ഇത് എന്തുവാണ് കാരണം എന്ന് പറയുമ്പോൾ ഈ വീഡിയോക്കത്തിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഇതും ഒരു ഹോം തിയേറ്ററിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഈ വർഷത്തിൽ തുടങ്ങുന്നത്. ഹോം തിയേറ്ററിൽ ഗൈസ് ഇപ്പൊ നമ്മുടെ റൂം ഒരു മൾട്ടി ടാസ്ക് റൂമാണ്. അപ്പൊ അതിനെ പറ്റി അറിയണമെങ്കിൽ വീഡിയോ മുഴുവനെ കാണാം. മച്ചന്മാരെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വർഷമൊക്കെയാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ പോലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ബെഡ്, തൊട്ട് മേളിലായിട്ട് നമ്മുടെ വലിയ സ്ക്രീൻ, ഡോൾബി 5.1 സ്പീക്കർ സറൗണ്ടിങ്. യാ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മൾട്ടി പർപ്പസ് റൂം, ഹോം തിയേറ്റർ വിത്ത് ബെഡ്. ഇങ്ങനെ ഇവിടുന്ന് കടന്നുകൊണ്ടൊക്കെയാണ് ഗൈസ് കാണുന്നത്. എൻ്റെ ഒരു പുതിയൊരു പെർസ്പെക്റ്റീവ് എല്ലാം നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാണാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുന്നത്. നമ്മുടെ ബെഡ്റൂം ഹോം തിയേറ്റർ ഇവിടെ കിടന്നുകൊണ്ട് ഇത് കാണുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. സബ്വൂഫറിൻ്റെ ഇടി മാരകമായിട്ടുണ്ട്. കട്ടിലെ കിടന്ന് നല്ലതായിട്ട് ഇടിക്കുന്നു. പിന്നെ ഇത്ര വലിയ സ്ക്രീന് തൊട്ടടുത്ത് എന്തോ ഒരു സ്വപ്നം കാണുന്ന ഫീലാണ്. അടിപൊളിയാണ്. ഇതൊക്കെയാണ് നമ്മുടെ നൈറ്റിലത്തെ ഹോം തിയേറ്ററിലെ പരിപാടികൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പ്രൊജക്ടർ ഓഫാക്കി സ്ക്രീൻ ഷട്ട് ഡൗൺ ചെയ്തു. ഇനി രാവിലത്തെ കാര്യം കാണാം. സൂര്യനൊക്കെ പുതുക്കുന്നു. ടെഡി പേർന്നുകൊണ്ട് നമ്മളെ എണിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നു. അനിയൻ എണീറ്റ് പോയാ? അവന് ഇപ്പോഴെങ്ങാണ്ട് എണീറ്റാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അലക്സ കുട്ടി കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അലക്സ കുട്ടിയാണ് നമ്മൾ രാവിലെ 7 മണിയിലും 8 മണിയിലും അലാറം ഒക്കെ അടിച്ച് എണീപ്പിക്കുന്നത്. നോക്കിനകത്ത് എത്ര മണി? ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിങ്ങനെ ഒരു ഉറക്കത്തൂങ്ങി ആക്ഷൻ ട്യൂഡിനെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ മച്ചാമാരെ, ഞാൻ രാവിലെ എണീറ്റിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത്. എന്നാലും രാവിലെ എണീക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. ഇന്ന് കുറേ ലേറ്റ് ആയി പോയി. ഞാൻ കൂടിപ്പോയ ഒരു 8 മണി വരെ ഉറങ്ങത്തുള്ളൂ. കാരണം എനിക്ക് രാവിലെ എണീറ്റ് കോളേജിലൊക്കെ പോകേണ്ടതായിരുന്നു. ഇന്ന് ഹോളിഡേ ഉള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിയും പോയി ഗൈസ്, അറിഞ്ഞില്ല. അപ്പോൾ ഗൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് ടീഷർട്ട് ഇട്ട് എന്നിട്ട് കാര്യങ്ങൾ ഗൈസ് ഞാൻ ടീഷർട്ടൊക്കെ ഇട്ട്. അപ്പോൾ ഗൈസ് ഞാൻ കിടക്കുന്നത് തിയേറ്ററിലാണ്, അതായത് ഹോം തിയേറ്ററിലാണ് കിടക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഹോം തിയേറ്റർ, ആക്ഷൻ്റെ ഹോം തിയേറ്റർ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ മമ്മിയുടെ അടുക്കളയുടെ സൗണ്ടും കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ടു. മമ്മി രാവിലെ എണീക്കുമ്പോൾ തന്നെ എണീക്കടാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോൾ രാവിലെ എണീറ്റ് കരിയിലക്കിളി രാവിലെ തന്നെ എത്തിയല്ലോ. കരിയിലക്കിളിയെ കണ്ട് നമ്മുടെ സുന്ദരി പൂച്ചയൊക്കെ എന്ത് ചെയ്യേ? പൂച്ചയൊന്നും കാണുന്നില്ല. നല്ല വെയിലൊക്കെ ഉണ്ട്. തുപ്പാൻ സമയമായി, തുപ്പാം. രാവിലെ തന്നെ മച്ചാനെ പുട്ടും പഴവുമാണ്. ഞാൻ ഇട്ടാക്കുന്ന ടീഷർട്ടിന്റെ വൈറ്റ് കളറുള്ള പുട്ടാണ്. മച്ചാന്മാരെ, അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഗൈസ് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മൾ ഹോം തിയേറ്ററിൽ തന്നെയാണ് ഗൈസ് കിടക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു കൊച്ചു വീടാണ് ഗൈസ്. അപ്പൊ നമ്മുടെ സ്ഥല പരിമിതികളുണ്ട്. അപ്പം ഞങ്ങളുടെ റൂം എന്ന് പറയുമ്പോൾ എന്റെ അനിയന്റെ ഒക്കെ റൂം എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ കണ്ടില്ലേ, ഇതൊരു മൾട്ടി ടാസ്കിങ് റൂമാണ്. അതെ, ഇതിന്റെ അവിടെ നല്ലൊരു മെത്തയൊക്കെ ഉണ്ട്.
വലിയ ഭയങ്കര മൊത്തമൊന്നുമില്ല, സാധാ മെത്തയാണ്. പിന്നെ ഇതിന്റെ അടിയിൽ ഒരു സാധനമുണ്ട്, ഇങ്ങനെ ഒരു കാർപ്പറ്റ് ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ, നമ്മുടെ ഫോട്ടോഷോപ്പ് ഓരോ ലെയർ ആയിട്ട് വയ്ക്കത്തില്ല, അതുപോലെയാണ് ഓരോരോ ലെയറാണ്. ഇവിടെ ഒരു ലെയർ, ഇവിടെ ഒരു ലെയർ, ഇവിടെ ഒരു ലെയർ, പിന്നെ ഇവിടെ ലെയർ. ഗൈസ് അപ്പൊ ഞാൻ ഇതെല്ലായിടത്തും മാറ്റാൻ പോവുകയാണ്. ഇതാണ് ഗൈസ് എന്റെ ബെഡ്, ഇതാണ് ഗൈസ് എന്റെ അനിയന്റെ ബെഡ്. ഇപ്പൊ വീണ് ഇത്ര നേരം എണീറ്റിരുന്നല്ലേ, അപ്പൊ ഇയാളുടെ വർക്കും എപ്പോഴാണ്, ഇയാൾ ഈ സമയമാകുമ്പോൾ കിടന്ന് ഉറങ്ങിപ്പോ. രാവിലെ ഒന്നും അല്ല, നല്ല ലേറ്റ് ആയി. ഇപ്പൊ മച്ചമാരത്തെ കണ്ടില്ലേ, പ്രൊജക്ടർ എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം മടക്കി വെക്കട്ടെ. എല്ലാ ആക്ഷനും പതി. ഇനി അടുത്ത ലെയർ. കട്ടിലുണ്ടല്ലോ നമ്മുടെ, ഇതാണ് നമ്മുടെ ലക്ഷറി. ഇത് 17 വർഷം പഴക്കമുള്ള കട്ടിലാണ്. സ്ട്രോങ് ആണ്. Hey guys, അപ്പൊ വെൽക്കം ബാക്ക് ടു ആക്ഷൻ ഡൂഡ് ഹോം തിയേറ്റർ. അപ്പൊ നിങ്ങൾ നോക്കൂ, കണ്ടില്ലേ എന്തൊരു മാറ്റം. ബെഡ്റൂം മാറി, ഹോം തിയേറ്റർ ആയി, സീറ്റ് ഉണ്ട്, പെട്ടെന്നെല്ലാം മാറി. ഇതാണ് ഗൈസ് നമ്മുടെ മൾട്ടി ടാസ്കിംഗ് റൂം. കണ്ടില്ലേ, ഇവിടെ സൗണ്ട് ബാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാം സെറ്റ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. വൈകിട്ട് രാത്രിയാകുമ്പോൾ വീണ്ടും നമ്മൾ കട്ടിലൂടെ കൊണ്ടുവിടും, വീണ്ടും രാവിലെ ആകുമ്പോൾ ഇതന്നെ ചെയ്യും. ഇതാണ് നമ്മുടെ ഈ റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം കണ്ടല്ലോ ഗൈസ്. പണ്ടത്തെ ഞാൻ ഇതായിരിക്കുന്നു, പണ്ടത്തെ ഞാനും എന്റെ അനിയനും രണ്ട് പൊട്ടന്മാരും. അപ്പൊ ഗൈസ് ഒന്നുമില്ല. അപ്പം നമ്മുടെ ഈ വർഷത്തെ പുതിയൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ നമ്മുടെ 2024 ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ആക്ഷൻ ഡ്യൂഡിന്റെ റൂമിലെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ മച്ചന്മാരെ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.